വർഷം 1953 എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയുമാണ് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയത്. പിന്നീടുള്ള 40 വർഷത്തില് പ്രൊഫഷണൽ ക്ലൈംബേഴ്സ് മാത്രമാണ് അത്രയും ഉയരത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. അതിൽ 4-ൽ 3 പേരും മരിക്കുകയായിരുന്നു. വർഷം 1992 ന്യൂസിലൻഡുകാരൻ റോബ് ഹാൾ അമച്ചർ ക്ലൈംബേഴ്സിന് എവറസ്റ്റ് കയറാൻ വേണ്ടി ഒരു സംരംഭം ആരംഭിച്ചു. അതിന്റെ പേര് അഡ്വഞ്ചർ കൺസൾട്ടൻസ് എന്നായിരുന്നു. പിന്നീടുള്ള 4 വർഷം കൊണ്ട് ഈ റോബ് 19 ക്ലൈംബേഴ്സിനെ ഒരു അപകടവുമില്ലാതെ എവറസ്റ്റ് കയറ്റി. അങ്ങനെ വർഷം 1996 20-ലധികം പര്യവേഷകർ 2 ആഴ്ച കൊണ്ട് എവറസ്റ്റ് കയറാൻ തീരുമാനിച്ചു. റോബിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തോടൊപ്പം സ്കോട്ട് ഫിഷർ എന്നൊരാളുടെ മൗണ്ടൈൻ മാഡ്നസ് എന്നൊരു ടീമും ഉണ്ടായിരുന്നു. അവരുടെ ആ അഡ്വഞ്ചർ യാത്രയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്, എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലേക്കുള്ള യാത്ര. ആദ്യം കാണിക്കുന്നത് റോബിനെ അവരുടെ ടീമിനെയാണ്. അവരിപ്പോൾ എയർപോർട്ടിൽ നിൽക്കുകയാണ്. കാഠ്മണ്ഡുവിലേക്ക് ഫ്ലൈറ്റ് പോകണം. അവിടെ നിന്നായിരിക്കും അവർ എവറസ്റ്റിലേക്ക് പോകുന്നത്. ഈ ചുവന്ന ഷർട്ട് ഇട്ടവനെ കണ്ടില്ലേ, ഇവനാണ് റോബ് ഹാൾ. പിന്നെ ആ വണ്ടിയുടെ മുകളിൽ നിൽക്കുന്ന ഒരുത്തനെ കണ്ടില്ലേ, നമ്മുടെ അവതാർ സിനിമയിലെ നായകൻ. ഇവന്റെ പേര് ഗൈ എന്നാണ്. ഇവനൊരു ഗൈഡാണ്. പിന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള ആ ലേഡിയെ കണ്ടില്ലേ, ഇവളുടെ പേര് ഹെലൻ എന്നാണ്. എവറസ്റ്റിലെ ബേസ് ക്യാമ്പ് ഉണ്ടല്ലോ, അവിടുത്തെ മാനേജറാണ് ഇവളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇമിഗ്രേഷന് വേണ്ടി പോവാണ്. ഈ സമയത്താണ് റോബിന്റെ ഭാര്യയായ ജെയിൻ അങ്ങോട്ട് വരുന്നത്. ഇവള് പ്രഗ്നന്റ് ആണ്. അപ്പൊ അവനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. റോബ് പോവാൻ നേരത്ത് അവക്കൊരൊറ്റ കാര്യം പറയാനുണ്ടായിരുന്നുള്ളൂ, കുഞ്ഞ് ജനിക്കുമ്പോഴേക്കും ഇങ്ങോട്ട് എത്തിയേക്കണം, അല്ലെങ്കിൽ ഞാൻ പിണങ്ങുന്നു. റോബാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇനി കാണിക്കുന്നത് കാഠ്മണ്ഡു എയർപോർട്ടാണ്. റോബിന്റെ കൂടെ വരുന്ന ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഡേറ്റ് 1996 മാർച്ച് 30. ഈ നിൽക്കുന്ന 2 പേരെ കണ്ടില്ലേ, ഒരു ബ്രൗൺ ജാക്കറ്റും ഒരു ബ്ലാക്ക് ജാക്കറ്റും. ഈ ബ്രൗൺ ജാക്കറ്റ് ഇട്ട ഈ താടിക്കാരനെ കണ്ടോ, കറുത്ത് തൊപ്പി വെച്ചവൻ. ഇവന്റെ പേര് ജോൺ ക്രൗക്കർ എന്നാണ്. നമുക്ക് ഇവനെ ജോൺ എന്ന് വിളിക്കാം. ഇയാൾ ഒരു ജേർണലിസ്റ്റ് ആണ്. അതായത് ഇവരുടെ ഈ യാത്രയെക്കുറിച്ച് ഇയാളുടെ ഒരു മാഗസിൻ ഉണ്ട്. അതിന്റെ പേര് ഔട്ട്സൈഡ് എന്നാണ്. അതിലെഴുതണം. അതാണ് ഇയാളുടെ ഡ്യൂട്ടി. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ മറ്റൊരു ടീമുണ്ടല്ലോ, ആ മൗണ്ടൻ മാഡ്നസ്, ആ ടീമിൽ ഉണ്ടായിരുന്നാണ് ഈ ജോൺ. എന്നാൽ ഇപ്പൊ എന്തോ ഇയാൾ റോബിന്റെ ടീമിലേക്ക് മാറിയതാണ്. അത് റോബ് നിർബന്ധിച്ചിട്ടൊന്നുമല്ല, ഇയാളുടെ സ്വയം ഇഷ്ടത്തിന് വന്നതാണ്. പിന്നെ ഈ കറുത്ത ജാക്കറ്റ് ഇട്ടവനെ കണ്ടില്ലേ, ഇയാളുടെ പേര് ഡഗ് എന്നാണ്. ഇയാൾ ഇതിനു മുമ്പ് 2 തവണ എവറസ്റ്റ് കയറിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ പറ്റിയില്ല. മുക്കാൽ ഭാഗം കയറിയിട്ട് വയ്യാഞ്ഞിട്ട് തിരിച്ചിറങ്ങി പോകുന്നതാണ്. എന്നാൽ ഇത്തവണത്തെ ഈ യാത്രയിൽ ഉറപ്പായിട്ടും എവറസ്റ്റ് കീഴടക്കും എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് ഈ ഡഗ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പൊ അവരവിടെ നിന്ന് അങ്ങോട്ട് നടന്നപ്പം അവരുടെ പുറകിൽ വന്നൊരുത്തരെ കണ്ടോ, ഉള്ളിൽ ഒരു വൈറ്റ് ടീഷർട്ട് ഇട്ടത്. ഇയാളുടെ പേര് ബെക്ക് എന്നാണ്. ഇയാളും ഒരു ക്ലൈംബറാണ്. പക്ഷെ ഇതുവരെയായിട്ടും എവറസ്റ്റ് കീഴടക്കിയിട്ടില്ല. അങ്ങനെ അയാളിപ്പം അയാളുടെ ബാഗൊക്കെ എടുത്തിട്ട് എയർപോർട്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് വേഗം തന്നെ ചെന്നിട്ട് ആ ജോണിനെയും ഡെഗിനെയും പരിചയപ്പെടുകയാണ്. അങ്ങനെ പരിചയപ്പെടലെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരൊരു ബസ്സിലേക്ക് കയറി. ഇനി അവരുടെ യാത്ര ഈ ബസ്സിലാണ്. അങ്ങനെ ആ ബസ്സിലിരിക്കുന്ന സമയത്ത് ബെക്കി ഇപ്പൊ ഡെഗിന്റെ അടുത്ത് അയാൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അയാൾ എന്താണ് ചെയ്യുന്നതെന്ന്. അതേക്കുന്ന ഡെഗ് പറയുന്നത്, ഞാനൊരു കാർപ്പൻ്റർ ആണ്, പിന്നെ ഈ പോസ്റ്റ്മാന്റെ പണിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അയാൾ പോസ്റ്റ്മാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ബെക്ക് അറിയാതെ ഒന്ന് ചിരിച്ചുപോയി. അങ്ങനെ അവർക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് ബസ് നിർത്തി. ഡെഗ് ആദ്യം തന്നെ ഇറങ്ങിപ്പോയി. ബെക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ജോൺ ഒരു കാര്യം പറയുന്നത്. നീ ആൾ അത്രയ്ക്ക് അങ്ങോട്ട് കൊച്ചാക്കൊന്നും വേണ്ട, അയാൾ 2 തവണ സൗത്ത് സമ്മിറ്റ് വരെ കയറിയിട്ടുണ്ട്, ആ കാര്യമൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലേ എന്നാണ് ജോൺ ചോദിക്കുന്നത്. ഡെഗ് സൗത്ത് സമ്മിറ്റ് വരെ കയറിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ ബെക്കിന് ശരിക്കും അത്ഭുതമായി. ഈ സൗത്ത് സമ്മിറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ എവറസ്റ്റിന്റെ ആ മുക്കാ ഭാഗം. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 8749 മീറ്റർ ദൂരമുണ്ട് സൗത്ത് സമ്മിറ്റിലേക്ക്. ഈ എവറസ്റ്റിന്റെ നീളം എന്ന് പറയുന്നത് 8848 മീറ്റർ ആണ്. അതായത് 8.85 കിലോമീറ്റർ. അപ്പൊ മുക്കാ ഭാഗം ഒന്നും പറയാൻ പറ്റത്തില്ല. എവറസ്റ്റിന്റെ ടോപ്പിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഈ സൗത്ത് സമ്മിറ്റ് എന്ന പോയിന്റിൽ വെച്ചിട്ടാണ് ഇവർ ഈ ഓക്സിജൻ ടാങ്ക് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്. അവിടം വരെ ഈ ഡഗ് കയറിയിട്ടുണ്ട്. അങ്ങനെ റോബിന്റെ ടീമിലുള്ള എല്ലാവരും ഇപ്പോൾ റെസ്റ്റോറന്റിൽ കൂടി. റോബ് ഇപ്പം ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ഈ ലേഡിയെ കണ്ടില്ലേ, ഒരു ജപ്പാൻകാരി. ഇവളുടെ പേര് യസൂക്കോ എന്നാണ്. ഇവൾ ഇതിനു മുമ്പ് 6 കൊടുമുടികൾ കീഴടക്കിയിട്ടുണ്ട്. ഈ എവറസ്റ്റ് 7ാമത്തതാണ്. ഇതും കൂടെ കീഴടക്കണം, അതാണ് ഇവളുടെ ജീവിതാഭിലാഷം. പിന്നെ ഈ മഞ്ഞ ജാക്കറ്റ് ഒരുത്തരം കണ്ടില്ലേ, ഇവന്റെ പേര് മൈക്ക് എന്നാണ്. ഇവനും ഇതിനു മുമ്പ് എവറസ്റ്റ് കയറിയിട്ടുണ്ട്. എന്നാൽ ഒരു തവണ ഫ്രോസ്റ്റ് ബൈറ്റ് അടിച്ചിട്ട് അയാളുടെ കാലിൽ ഒരു വിരൽ മുറിച്ചു കളയേണ്ടി വന്നു. ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്റിംഗിൽ റോബ് പറയുന്നുണ്ട്. അതിനുശേഷം എവറസ്റ്റ് കൊടുമുടിയെക്കുറിച്ച് അയാൾ ചില കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. മനുഷ്യൻ ഇതുവരെയായിട്ടും കണ്ടുപിടിച്ച 747 ക്രൂയിസ് വിമാനങ്ങൾക്ക് പോലും ഈ എവറസ്റ്റിന്റെ മുകളിലൂടെ പറക്കാനുള്ള സെറ്റപ്പ് ഇല്ല. ഇനിയിപ്പോ നമ്മൾ കയറി ഇവിടുത്തെ ഈ സൗത്ത് കോളിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ സൗത്ത് കോൾ എന്ന് പറയുന്നത് എവറസ്റ്റിലെ ഒരു പ്രത്യേക പോയിന്റ് ആണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 7906 മീറ്റർ. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഉറച്ചു പോകും. അതായത് നമ്മൾ മരിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെ ഡെത്ത് സോൺ എന്നാണ് വിളിക്കുന്നത്. ഈ റിസ്ക് അത്രയും എടുത്തിട്ട് വേണം നിങ്ങളെ എവറസ്റ്റിന്റെ മുകളിലേക്ക് എത്തിച്ചിട്ട് താഴേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അതാണ് ഞങ്ങൾക്കുള്ളൊരു ചലഞ്ച്. ഈ കാര്യങ്ങളൊക്കെ റോബ് പറയുമ്പോൾ നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് സാധിക്കും, നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതല്ലേ, ഞങ്ങൾക്ക് നിങ്ങളെ നല്ല വിശ്വാസമുണ്ട് എന്നാണ് ബെക്ക് പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം റോബ് ഇപ്പൊ അവന്റെ കൂട്ടത്തിലുള്ള മറ്റൊരാളെ പരിചയപ്പെടുത്തുകയാണ്. ആ ബിയർ പിടിച്ചിരിക്കുന്ന ഒരുത്തരം കണ്ടില്ലേ, ഇവന്റെ പേര് ഹരോൾഡ് എന്നാണ്. ഇവനും ഒരു ഗൈഡാണ്. പിന്നെ അവന്റെ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാവരും ഇപ്പൊ ബേസ് ക്യാമ്പിലേക്ക് പോയി.
ഇവരങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതാണ് അവരുടെ ഡ്യൂട്ടി. പിന്നെ ഇന്നത്തെ ദിവസം മാർച്ച് 30 മെയ് 10 എവറസ്റ്റ് കയറാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നെ എന്റെ ടീമിനെ സംബന്ധിച്ച് അതൊരു ഭാഗ്യ ദിവസമാണ്. അന്ന് കാലാവസ്ഥയുടെ കാര്യം നമുക്ക് അനുയോജ്യമായിരിക്കും. അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശരീരവും മനസ്സും ഈ യാത്രയ്ക്കായിട്ട് ഒരുക്കാൻ വേണ്ടി 40 ദിവസത്തെ സമയമുണ്ട്. അതുകൊണ്ട് എല്ലാവരും സമാധാനമായിട്ട് റെഡിയായാൽ മതി. ഈ കാര്യങ്ങളൊക്കെയാണ് റോബ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം എല്ലാവരും ഇപ്പോൾ ഒരു ഹെലികോപ്റ്ററിൽ കയറി. ഇനിയിപ്പോൾ ഇവരുടെ യാത്ര ഈ ഹെലികോപ്റ്ററിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 9383 അടി മുകളിലായിട്ട് ലുക്ല എന്ന് പറയുന്ന ഒരു എയർപോർട്ട് ഉണ്ട്. അവിടെയാണ് ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ ലാൻഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങി. ഇനി അവർക്ക് നടന്നാണ് പോകേണ്ടത്. ഇവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ വഹിക്കാൻ വേണ്ടി അവിടുത്തെ കുറച്ച് പശുക്കളെ പോലുള്ള ജീവികളുണ്ട്. അവറ്റകളാണ് അതെല്ലാം മുകളിലേക്ക് കൊണ്ടുവന്നത്. ആ ജീവികളെയും പിന്തുടർന്നുകൊണ്ട് ബാക്കി എല്ലാവരും അതിൽ നടക്കുകയാണ്. അങ്ങനെ കുറെ നടന്നു കഴിയുമ്പോൾ അവർക്കിനി പോകാനുള്ളത് തൂക്കുപാലത്തിലൂടെയാണ്. അതിലൂടെയാണ് ഇപ്പൊ അവരുടെ യാത്ര. അങ്ങനെ ആ തൂക്കുപാലവും കഴിഞ്ഞ് അവരിപ്പോ സമുദ്രനിരപ്പിൽ നിന്നും 12303 അടി മുകളിലേക്ക് എത്തി. ഈ സ്ഥലത്തിന്റെ പേര് നംചി ബസാർ എന്നാണ്. ഇവിടെ അവർക്ക് ക്ലൈംബിംഗ് പെർമിറ്റ് കാണിക്കാനുണ്ട്. അങ്ങനെ അതൊക്കെ അവിടെ കാണിച്ചതിന് ശേഷം അവർ പിന്നെയും മുകളിലേക്ക് നടക്കുകയാണ്. അങ്ങനെ ആ നടത്തത്തിനിടയിൽ ഡെഗ് ഇപ്പൊ റോബിന്റെ കൂടെയാണ്. ഈ സമയം ഡെഗ് ഒരു കാര്യം റോബിന്റെ അടുത്ത് പറഞ്ഞു. ഇയാളെ 3ാമത്തെ തവണയാണല്ലോ ഈ എവറസ്റ്റ് കയറാൻ വരുന്നത്. ഈ ഒരു പര്യടനത്തിന് റോബ് ഇയാൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനയാൾ ഒരു നന്ദി അവന്റെ അടുത്ത് പറയാണ്. അതേക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ജോലികൾ ചെയ്ത് കഷ്ടപ്പെടുന്നല്ലേ, അപ്പൊ ഞാൻ ഇത്രയെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരണ്ടേ? 2 തവണ നിങ്ങൾ പരാജയപ്പെട്ടു, പക്ഷെ ഇത്തവണ ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ എവറസ്റ്റ് കയറ്റിയിരിക്കും എന്നൊരു പ്രോമിസും കൂടെ റോബ് അയക്ക് കൊടുക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അയാൾക്കും ഭയങ്കര സന്തോഷമായി. ഇതേ സമയം തന്നെ അങ്ങ് ദൂരെയായിട്ട് മഞ്ഞിലിങ്ങനെ പുതച്ചു നിൽക്കുന്ന എവറസ്റ്റ് കൊടുമുടി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ ജീവികളൊക്കെ അവരുടെ ലഗേജും വഹിച്ചുകൊണ്ട് മുകളിലേക്ക് തന്നെ ഇങ്ങനെ നടക്കുകയാണ്. അവർക്ക് പുറകിലായിട്ട് ബാക്കി എല്ലാവരും വരുന്നുണ്ട്. ഈ സ്ഥലത്താണെങ്കിൽ നല്ല രീതിയിലുള്ള മഞ്ഞും പെയ്യുന്നുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ബെക്കാണെങ്കിൽ നടന്ന് നല്ല രീതിയിൽ തളർന്നിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് അയാൾ ഇപ്പോൾ ഓരോ അടിയും മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അയാളുടെ കൂടെ ആ ഡെഗും ഉണ്ട്. അതിനിടയിലാണ് 2-3 കുട്ടികൾ അവരുടെ ഇടയിൽ കൂടെ വേഗത്തിൽ അങ്ങോട്ട് കയറിപ്പോകുന്നത്. അത് കാണുമ്പോൾ ബെക്കിന് ശരിക്കും അത്ഭുതമായി. എന്തൊരു വേഗത ഈ കുട്ടികൾക്ക് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് പിന്നെ ഈ നാട്ടിലുള്ള കുട്ടികളല്ലേ, അത്രയ്ക്ക് വേഗത ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നാണ് ഡെഗ് പറയുന്നത്. അങ്ങനെ കുറെ നടന്ന് അവരിപ്പം അവിടെ അമ്പലം പോലെ പണിതു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി. ബെക്ക് അവിടെ നിൽക്കുന്നുണ്ട്, അയാളുടെ കൂടെ ഡെഗും നിൽക്കുന്നുണ്ട്. ബെക്ക് ഇപ്പൊ ബൈനോക്കുലർ എടുത്തിട്ട് ആ എവറസ്റ്റിനെ നോക്കുകയാണ്. നല്ല ക്ലിയർ ആയിട്ട് തന്നെ അയാൾക്കത് കാണാൻ പറ്റുന്നുണ്ട്. അതിലേക്കൊന്ന് നോക്കിയതിന് ശേഷം അയാൾ ഇപ്പൊ ഡെഗിനോട് ചോദിക്കുന്നത് നിങ്ങൾ ഏതുവരെ കയറിയിട്ടുണ്ടെന്നാണ്. അതേക്കുമ്പോൾ ഞാൻ ഏതാണ്ട് എത്താറായതായിരുന്നു, പക്ഷെ വൈകിപ്പോയി, ഞാൻ വല്ലാണ്ട് തളർന്നു, അതുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങിയതാണ് എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുമ്പോൾ എത്താറായിട്ട് നിങ്ങൾ തിരിച്ചിറങ്ങി പോന്നോ? ഞാനാണെങ്കിൽ ഓടിക്കേറിയനെ എന്നാണ് ബെക്ക് പറയുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അവരുടെ പുറകിലായിട്ട് റോബ് നിൽക്കുന്നുണ്ട്. അയാളാ പറഞ്ഞതിന്റെ മറുപടി റോബാണ് പറയുന്നത്. ഞാൻ ഡെഗിനെ നിർബന്ധിച്ചിറക്കിക്കൊണ്ടെന്നാണ്. കാരണം 2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് കയറി ഇറങ്ങാൻ കഴിയത്തില്ലായിരുന്നു. പിന്നെ ബെക്കിനോട് എനിക്ക് പറയാനുള്ളത്, മുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, എളുപ്പമാണ്. പക്ഷെ തിരിച്ചിറങ്ങി വരണം, അതാണ് പ്രശ്നം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ചും. അതിനും കൂടെ വേണ്ടിയിട്ടാണ് നിങ്ങൾ എനിക്ക് പൈസ തരുന്നത്. ആ കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം എന്നാണ് റോബ് പറയുന്നത്. റോബ് ഇപ്പം അങ്ങനെ സംസാരിച്ചപ്പം അയാൾ ചെറിയൊരു ദേഷ്യത്തിലാണ് എന്ന കാര്യം ബെക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്താണ് അവൻ ഇത്ര ദേഷ്യം എന്നാണ് ബെക്ക് ഇപ്പം അവന്റെ അടുത്ത് നിൽക്കുന്ന ഹെറോൾഡിന്റെ അടുത്ത് ചോദിക്കുന്നത്. അതേക്കുന്ന ഹെറോൾഡ് പറയുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല, മുമ്പ് ഒരു ദിവസം ഷേർപ്പകളിൽ ഒരാൾക്ക് അപകടം സംഭവിച്ചിരുന്നു. ഈ ഷേർപ്പ എന്ന് പറയുന്നത് ഇവർ ഈ കൊടുമുടി കയറാൻ വേണ്ടി സഹായിക്കുന്ന ലോക്കൽസിനെയാണ്. ഓരോ ടീം എവറസ്റ്റ് കയറുമ്പോഴും ഒരു ഷേർപ്പ അവരുടെ കൂടെ ഉണ്ടാവും. അയാൾക്ക് അപകടം സംഭവിച്ചത് അവർ ഈ കയറുന്ന ഭാഗത്ത് കോണി സെറ്റ് ചെയ്തപ്പോഴാണ്. അങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് അവരവനെ താഴേക്ക് ഇറക്കിയത്. ഈ ഒരു കാര്യമാണ് ഹെറോൾഡ് ഇപ്പൊ ബെക്കിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവരിപ്പോ നടന്ന് 12687 അടി മുകളിലേക്ക് എത്തി. ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്, ടെങ് ബോച്ചെ എന്നാണ് ഇതിന്റെ പേര്. അങ്ങനെ അവരെല്ലാവരും ഇപ്പൊ ആ മൊണാസ്ട്രിക്ക് അകത്താണ്. അവിടുത്തെ പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ അവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരിപ്പോ 16000 അടി മുകളിലേക്ക് എത്തി. ഈ സ്ഥലത്തിനെ തൊക്കള എന്നാണ് പറയുന്നത്. അവിടെ ഈ ക്ലൈംബേഴ്സിന്റെ മെമ്മോറിയലൊക്കെ കാണാം. അങ്ങനെ ആ ഒരു സ്ഥലവും പിന്നിട്ട് അവർ മുന്നോട്ട് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ നടത്തത്തിനിടയിലാണ് ബെക്ക് ഒരു കാര്യം കാണുന്നത്. കുറച്ച് ആൾക്കാർ അവിടെ നിന്നിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അതിലൊരാൾക്ക് തീരെ വയ്യ. അയാൾക്ക് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അയാളെ താങ്ങി പിടിച്ചാണ് ഒരാളിപ്പോൾ താഴേക്ക് ഇറങ്ങുന്നത്. അത് കാണുമ്പോൾ ബെക്കിന് ചെറിയൊരു ടെൻഷനൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്കും കൂടെ ശേഷം അവരിപ്പം 17600 അടി മുകളിലേക്ക് എത്തി. ഇവിടെയാണ് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ്. അവിടെ കുറെ ടെന്റുകളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. അതിനുള്ളിലാണ് ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ സമയം റോബും ടീമും അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരും വെയിറ്റ് ചെയ്തുകൊണ്ട് മാനേജറായ ഹെലൻ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഹെലൻ ഇപ്പം ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടു. എന്നിട്ട് അവളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആ ബേസ് ക്യാമ്പിൽ അവരുടെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് ഇവളായിരിക്കും. മാത്രമല്ല ഇവർ എവറസ്റ്റ് കയറുന്ന സമയത്ത് പുറത്തുനിന്നുള്ള സഹായം മുഴുവൻ ചെയ്തു കൊടുക്കുന്നതും ഇവളും ഇവളുടെ കൂടെയുള്ള ആൾക്കാരുമാണ്. അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവളിപ്പം അവരുടെ ഷെയർപ്പയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇയാളുടെ പേരാണ് ആങ് ഡോർജി. ഷെയർപ്പ ആരാണ് എന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവരെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ലോക്കലായിട്ടുള്ള ഒരാളാണ്. ഈ ഹിമാലയൻ ജനതയിൽപ്പെടുന്ന ഒരാള്. ഇവർക്ക് ഈ മല കയറിയിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവർ എവറസ്റ്റ് കയറുന്ന സമയത്ത് ഈ ആങ് ഡോർജിയും ഇവരുടെ കൂടെ കട്ടയ്ക്കുണ്ടാവും.
അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം റോബ് ഇപ്പം ഒരാളെ അന്വേഷിച്ച് നടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു മൗണ്ടൈൻ മാഡ്നസ് എന്നൊരു ടീമുണ്ടല്ലോ, അതിന്റെ ലീഡറായ സ്കോട്ട്. ഇപ്പൊ റോബ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അപ്പുറത്തെ ടെന്റിന്റെ മുറ്റത്തായിട്ട് അവൻ അവിടെ വെയിലും കാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ റോബ് അവന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് ഇപ്പൊ എവറസ്റ്റ് കയറുന്നതിന്റെ ആ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്. റോബ് അവനോട് ചോദിക്കുന്നത്, നീ മുകളിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടില്ല എന്നാണ്. എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ പ്രശ്നം കുറച്ച് കൂടുതലാണ്. അവിടുത്തെ മലയിടുക്കുകളുണ്ടല്ലോ, അതൊക്കെ നല്ല വലുപ്പമുണ്ട്. അതുകൊണ്ട് ഒരു 4-5 കോണിയൊക്കെ അവിടെ കുറുകെ ഇങ്ങനെ വെക്കേണ്ടി വരും എന്നാണ് സ്കോട്ട് പറയുന്നത്. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റോബ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പുറത്തായിട്ട് ഒരു ലേഡി ഇരുന്ന് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അവളെ കണ്ടപ്പോൾ തന്നെ ഈ സ്കോട്ടിന്റെ ജേർണലിസ്റ്റ് ആണത് എന്ന കാര്യം റോബിന് മനസ്സിലായി. ഇവളുടെ പേര് സാൻഡി എന്നാണ്. NBC എന്ന മീഡിയയിലാണ് ഇവള് വർക്ക് ചെയ്യുന്നത്. ഓ, അതാണല്ലേ നിന്റെ ജേർണലിസ്റ്റ് എന്നാണ് റോബ് ചോദിക്കുന്നത്. അതെ റോബ്, എന്റെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന ജേർണലിസ്റ്റിലെ ഒരുത്തൻ തട്ടിയെടുത്തല്ലോ, അപ്പൊ പിന്നെ എനിക്ക് വേറൊരാളെ നോക്കിയല്ലേ പറ്റൂ എന്നാണ് സ്കോട്ട് പറയുന്നത്. സ്കോട്ട് അത് ഉദ്ദേശിച്ചത് ഈ റോബിനെ കുറിച്ച് തന്നെയാണ്. ആ കാര്യം അവനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത്, എന്റെ പൊന്നു സ്കോട്ട്, ജോൺ ക്രൗക്കറിനെ ഞാൻ തട്ടിയെടുത്തൊന്നുമല്ല, അവൻ അവന്റെ ഇഷ്ടത്തിന് എന്റെ അടുത്തേക്ക് വന്നാണ് എന്നാണ് റോബ് പറയുന്നത്. അപ്പൊ താൻ പറഞ്ഞത് റോബിന് വിഷമമായി എന്ന കാര്യം സ്കോട്ടിനും മനസ്സിലായി. എടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, നീ അത് കാര്യമായിട്ട് എടുക്കല്ലേ എന്നാണ് റോബ് പറയുന്നത്. ഇതിൽ നിന്നും ഇവർ തമ്മിൽ പ്രൊഫഷണലായിട്ട് അങ്ങനെ ഈഗോ ഒന്നും ഇല്ലാത്തവരാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം റോബ് ഇപ്പം അവരുടെ ടീമിന് ഒരു മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗിൽ ഇവരുടെ ഡോക്ടറെ കൂടെ റോബ് ഇപ്പം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു ലേഡിയാണത്. ഇവളുടെ പേര് മെക്കൻസി എന്നാണ്. അവളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ ആ ടീമിലുള്ള ആൾക്കാരുടെ അടുത്ത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈ എവറസ്റ്റ് കയറുന്നതിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും റോബും ഹാരോൾഡും മൈക്കും നിങ്ങൾക്ക് പറഞ്ഞു തരും വിശദമായിട്ട് തന്നെ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങളെ എവറസ്റ്റിന്റെ മുകളിലേക്ക് എത്തിക്കുന്നതിന് ഓക്സിജൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്സിജന്റെ അഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ശരീരത്തിന് പണിയാണ്. നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. മാത്രമല്ല അവിടെ കിടന്ന് മരിച്ചു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് എവറസ്റ്റിന്റെ മുകളിലെ നേർത്ത വായുമായിട്ട് നിങ്ങളുടെ ശരീരം പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. അതിന് നിങ്ങളുടെ ശരീരത്തിന് പാകപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത മാസം നിങ്ങൾ എവറസ്റ്റിന്റെ മുകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു 2-3 തവണ ഭാഗികമായിട്ട് ഈ മലയൊന്ന് കയറി ഇറങ്ങണം. ഓരോ തവണ കയറി കഴിയുമ്പോഴും അന്ന് തന്നെ നിങ്ങൾ തിരിച്ച് ഈ ബേസ് ക്യാമ്പിലേക്ക് എത്തണം. ഈ മല കയറുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ കയറുന്നതും ഇറങ്ങുന്നതും ഐസിന് മുകളിലൂടെ ആയിരിക്കും. ഇതല്ലാതെ അതിന് മറ്റൊരു വഴിയുമില്ല. ഓരോ ദിവസവും രാവിലെയും രാത്രിയായിട്ട് ടൺ കണക്കിന് ഐസാണ് അതിന് മുകളിലേക്ക് വന്ന് വീഴുന്നത്. ഒരു ടവറിന്റെ അത്ര വലുപ്പമുള്ള ഐസ് വരെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. മാത്രമല്ല ആഴം കണക്കാക്കാൻ പോലും പറ്റാത്തത്ര മലയിടുക്കുകളും കാണാം. അതുകൊണ്ട് തന്നെ ചുമ്മാ കാഷ്വലായിട്ട് അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാം എന്നൊരു വിചാരം നിങ്ങൾക്ക് വേണ്ട. അതിന് പറ്റിയൊരു സ്ഥലമല്ല അത്, പ്രത്യേകിച്ച് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്. അതുകൊണ്ട് കഴിയുന്നത്ര നേരത്തെ തന്നെ നമ്മൾ മല കയറാൻ പോകണം. നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം പോകുന്ന ഷേർപ്പകളായിരിക്കും. ഈ ഐസിന്റെ മുകളിലൂടെ കയറാനുള്ള കോണിയൊക്കെ അവരാണ് സെറ്റ് ചെയ്യുന്നത്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചു വേണം ആ കോണിയിലൂടെ മുകളിലേക്ക് കയറാൻ. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഐസാണ് എപ്പോൾ വേണമെങ്കിലും തെന്നി വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ എത്ര ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാലും 100% അതൊരിക്കലും സുരക്ഷിതമായിരിക്കത്തില്ല. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം, ആ ഐസിന്റെ ഇടയിൽ 19 പേര് വീണ് മരിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മളൊരു ടീമാണ്. പരസ്പരം സഹായിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പിന്നെ ഈ യാത്രയ്ക്കിടയിൽ നിങ്ങളുടെ ശരീരത്തിനുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പോതെർമിയ. അത് വരാതെ ശ്രദ്ധിക്കണം. വ്യക്തമല്ലാത്ത സംസാരം, ബുദ്ധിക്ക് നിരക്കാത്ത പെരുമാറ്റം എന്നിവയൊക്കെ ഈ ഹൈപ്പോതെർമിയയുടെ ലക്ഷണങ്ങളാണ്. പിന്നെ ഈ ഓക്സിജൻ ഇല്ലാതെ കയറുന്നവര് ഒരു 8 കിലോമീറ്റർ മുകളിൽ വെച്ചിട്ട് അവരുടെ വസ്ത്രങ്ങളൊക്കെ ഊരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണം അവർക്ക് ഉള്ളിൽ ചൂട് അനുഭവപ്പെട്ടിട്ടാണ്. പിന്നെ തലച്ചോറിനുണ്ടാവുന്ന വീക്കമായ സെറിബ്രൽ എഡിമയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതുണ്ടായിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിന്നിട്ട് മരണം വരെ സംഭവിച്ചേക്കാം. പിന്നെ ശ്വാസകോശത്തിൽ ഒരു ദ്രാവകം നിറയുന്ന പൾമണറി എഡിമ എന്നൊരു പ്രശ്നം കൂടെ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ മുങ്ങി മരിക്കുന്ന ഒരു ഫീലാണ്. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ മലയിൽ നിന്ന് വേഗം തിരിച്ചിറങ്ങുക എന്നതാണ് ആകെയുള്ളൊരു വഴി. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊരു ദുരന്ത സ്ഥലമൊന്നുമല്ല കേട്ടോ. നിങ്ങൾ സുരക്ഷിതമായിട്ട് മല കയറ്റി തിരിച്ചിറക്കാൻ ഞാനും എൻ്റെ ടീമും എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ 2-3 തവണയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മലകയറ്റവുമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവുകയും ചെയ്യും. അതുകൊണ്ട് അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാലോചിച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് റോബും മെക്കൻസിയും കൂടെ അവിടെ ഇരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഡേറ്റ് ഏപ്രിൽ 23 അവരിപ്പം ക്യാമ്പ് 2-ലെത്തി. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 21,300 അടി മുകളിലാണ്. അവരിപ്പോൾ നല്ല രീതിയിൽ തളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ റെസ്റ്റ് ചെയ്യാണ്. ചിലർക്ക് ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് ഓക്സിജൻ മാസ്കും വെച്ചുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നത്. ഈ സമയത്താണ് ഡഗ് വല്ലാണ്ട് ചുമക്കുന്നത്. അത് കാണുമ്പോൾ വല്ലാണ്ട് ശ്വാസം മുട്ടുന്നുണ്ടല്ലേ. ഒരു കാര്യം ചെയ്യ്, തിരിച്ചിറങ്ങുമ്പോൾ ഡോക്ടറോട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ പറയാം. പിന്നെ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കാനും മറക്കരുത് എന്നാണ് റോബ് പറയുന്നത്. അതേക്കുന്ന ഡഗ് ചോദിക്കുന്നത്, ഈ ബേസ് ക്യാമ്പിലൊക്കെ ഓക്സിജൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തീർന്നു പോകത്തില്ലേന്നാണ്. ഓക്സിജൻ തീർന്നു പോകുന്ന ഓർത്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നമ്മളുടെ അടുത്ത് ഇഷ്ടം പോലെ ഓക്സിജൻ സിലിണ്ടർ ബാക്കിയുണ്ട് എന്നാണ് റോബ് പറയുന്നത്. അങ്ങനെ തിരിച്ച് ബേസ് ക്യാമ്പിൽ എത്തിയതിനു ശേഷം ഡോക്ടർ വന്നിട്ട് ഡഗിനെ പരിശോധിച്ചു. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. കിടക്കാൻ നേരത്ത് കഴിക്കാൻ വേണ്ടി 2-3 ടാബ്ലറ്റ് അവൾ പയക്ക് കൊടുത്തു. അയാളെ ചെക്ക് ചെയ്തതിനു ശേഷം
അവൾ അടുത്തായിട്ട് ചെക്ക് ചെയ്യുന്നത് ബെക്കിനെയാണ്. അയാൾക്കും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ പരിശോധനയ്ക്കിടയിലാണ് ബെക്ക് പെട്ടെന്ന് അയാളുടെ ഭാര്യയെക്കുറിച്ച് ഓർക്കുന്നത്. ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അതിന് അയാൾ ഫാക്സ് അയക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അയാളത് മറന്നുപോയി. അതുകൊണ്ട് തന്നെ അയാൾ വേഗം ഹെലന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് എനിക്കൊരു ഫാക്സ് അയക്കണം എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഈ സമയം ഹെലൻ പറയുന്നത് നിങ്ങൾക്കൊരു ഫാക്സ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ എന്നാണ്. ബെക്ക് ആ ഫാക്സ് എടുത്ത് നോക്കുമ്പോൾ അവൾ ആ വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്താണ്. ഇനിയിപ്പോൾ തിരിച്ചവർക്ക് ഫാക്സ് അയച്ചിട്ട് കാര്യമൊന്നുമില്ല, നേരിട്ട് അവളെ വിളിക്കണം. അതിനുവേണ്ടി അവരുടെ കയ്യിൽ നിന്ന് സാറ്റലൈറ്റ് ഫോൺ മേടിച്ചിട്ട് അയാൾ നേരെ അമേരിക്കയിലേക്ക് വിളിക്കുകയാണ്. ഇയാൾ അമേരിക്കക്കാരനാണ്. ഇയാൾക്ക് ഭാര്യയും 2 മക്കളുമാണ്. ഭാര്യയുടെ പേര് പീച്ച്. അങ്ങനെ അയാളിപ്പം അവളെ വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്തു. ഈ സമയം പീച്ച് ആണെങ്കിൽ അയാളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ സങ്കടത്തിലാണ് അവൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഇത് തന്നെയാണ് ബെക്കിന്റെ അവസ്ഥയും. പിന്നെ ഈ സാറ്റലൈറ്റ് ഫോണിന്റെ കാര്യം, ഇവിടുന്ന് അമേരിക്കയിലേക്കൊക്കെ വിളിക്കാന്ന് പറയുന്നത് നല്ല ചാർജാണ്. ഇപ്പൊ തന്നെ 1 മിനിറ്റ് കോളിന് 1800 എങ്ങാനും അവർ ചാർജ് ചെയ്തു. പക്ഷെ റോബ് ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ആ പൈസ അയാളൊന്നും മേടിക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ അവരുടെ ടെന്റിൽ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ അപ്പുറത്തായിട്ട് സ്കോട്ട് അവിടെ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. ഈ സമയത്താണ് സ്കോട്ടിന്റെ ടീമിലുള്ള അനറ്റോളി എന്നൊരുത്തൻ അവന്റെ അടുത്തേക്ക് വരുന്നത്. ഈ അനറ്റോളി എന്ന് പറയുന്നത് ഒരു കിടിലം മനുഷ്യനാണ് കേട്ടോ. എപ്പോഴും ഇയാളുടെ കൂടെ കട്ടയ്ക്കുണ്ടാവും. ഇവനെ വിളിക്കുന്നത് ടോളി എന്നാണ്. ഈ സമയം സ്കോട്ട് ആണെങ്കിൽ വല്ലാത്തൊരു വിഷമത്തിലാണ്. അവനിപ്പോൾ ടോളിയുടെ അടുത്ത് പറയുന്നത് അടുത്ത വർഷം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയും കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് സ്കോട്ട് പറയുന്നത്. എന്നാൽ അതേക്കുന്ന ടോളി പറയുന്നത് നീ എന്താ സ്കോട്ടി പറയുന്നത്, കോമ്പറ്റീഷനോ? ഇവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ആളുകൾ തമ്മിലല്ല, ഓരോ മനുഷ്യനും ആ പർവ്വതവും തമ്മിലാണ്. ആര് കയറണോ ഇറങ്ങണം എന്ന് തീരുമാനിക്കുന്നത് ആ പർവ്വതമാണ്. അത്രയേ ഉള്ളൂ കാര്യം എന്നാണ് ടോളി പറയുന്നത്. ടോളി അത് പറഞ്ഞു കഴിയുമ്പോൾ സ്കോട്ടാണെങ്കിൽ പിന്നൊന്നും മിണ്ടുന്നില്ല. അയാൾ എന്തോ അങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. നേരം വെളുത്തപ്പോൾ തന്നെ അവർ മല കയറാൻ തുടങ്ങി. ഇപ്പൊ അവർ കയറി 23,400 അടി മുകളിലേക്ക് എത്തി. ഈ ഒരു പോയിന്റിന്റെ പേര് ലോസ് ഫേസ് എന്നാണ്. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. മാത്രമല്ല നല്ല രീതിയിൽ മഞ്ഞിന്റെ കാറ്റും അടിക്കുന്നുണ്ട്. അതുകൊണ്ട് കഷ്ടപ്പെട്ടാണ് അവരിങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം ബെക്കാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അയാളിപ്പോൾ നല്ല രീതിയിൽ തളർന്നിട്ടുണ്ട്. ഈ സമയം റോബ് വേഗം അങ്ങോട്ട് വന്നിട്ട് ബെക്കിനെ പിടിച്ചു. ഇനിയിപ്പോൾ എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചിറങ്ങാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവരിപ്പോൾ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ അവർക്ക് അപ്പുറത്തേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ മലയിടുക്കുണ്ട്. അതിന് ക്രോസ് ആയിട്ട് ഒരു കോണി വെച്ചിട്ടുണ്ട്. ആ കോണിയുടെ മുകളിലൂടെ നടന്ന് അപ്പുറത്തേക്ക് എത്തണം. അതാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ ആ മലയിടുക്കിന്റെ അപ്പുറത്തായിട്ട് മൈക്ക് നിൽക്കുന്നുണ്ട്. ഈ കോണിയിലൂടെ വരുന്ന ആളെ അയാളായിരിക്കും പിടിക്കുക. അങ്ങനെ ആദ്യം തന്നെ ആ കോണിയിലൂടെ നടക്കുന്നത് ബെക്കാണ്. എന്നാൽ പകുതി വഴിക്ക് എത്തുമ്പോഴാണ് പെട്ടെന്നൊരു കാര്യം സംഭവിക്കുന്നത്. ആ മല ഇങ്ങോട്ട് ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. അതോടുകൂടെ ബെക്കിന്റെ കാല് തെറ്റിയിട്ട് അയാൾ താഴേക്ക് വീണു. എന്നാൽ അയാൾക്ക് ഇപ്പോൾ കോണിയിൽ പിടുത്തം കിട്ടി. പക്ഷെ എങ്കിലും അയാൾക്ക് മുകളിലേക്ക് കയറി വരാൻ പറ്റുന്നില്ല. ഇത് പണിയാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ റോബ് വേഗം തന്നെ ഇറങ്ങി. എന്നിട്ട് പതുക്കെ കോണിയിലൂടെ ചെന്നിട്ട് ബെക്കിനെ പിടിക്കുകയാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ട് അവൻ അയാൾ അപ്പുറത്തേക്കാക്കി. അങ്ങനെ സമയം രാത്രി. റോബ് ഇപ്പം ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. ഈ മീറ്റിങ്ങിന് കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരെല്ലാവരും അവിടെ ക്യാമ്പ് ചെയ്തിരിക്കുന്ന ഓരോ ടീമിന്റെയും ക്യാപ്റ്റന്മാരാണ്. 20 ടീം എങ്ങാണ്ട് ഈ വർഷം അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവരെല്ലാവരും മെയ് 10 തന്നെയാണ് ആ മല കയറാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് പ്രശ്നമാണ്. കാരണം ഇത്രയും പേര് മലയുടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ റഷാവും. മലയ്ക്ക് മല കയറാൻ പറ്റത്തില്ല. അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റോബ് ഇപ്പോൾ അവരോട് പറയുന്നത് നമുക്ക് നമ്മുടെ ഡേറ്റുകളൊക്കെ മാറ്റണം എന്നാണ്. എന്നാൽ ആ മീറ്റിംഗ് വളരെ പരാജയമായിരുന്നു. ചില ആൾക്കാരൊക്കെ ഞങ്ങളുടെ കാര്യം നീയല്ല തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇതെല്ലാം കാണുമ്പം റോബിന് ശരിക്കും നിരാശയായി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം റോബ് ഇപ്പോൾ സ്കോട്ടിനെ പുറത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവൻ പറയുന്നത് നീ എന്തായാലും 10 മല കയറാൻ പോകുന്നത്, ഞാനും 10. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ടീമായിട്ട് പോയാലോ, എന്താണ് നിന്റെ അഭിപ്രായം? അതേക്കുന്ന സ്കോട്ട് പറയുന്നത് ടീമായിട്ട് പോകുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല റോബ്, നമ്മളുടെ 2 പേരുടെ സ്വഭാവം നിനക്കറിയാലോ. എന്നെക്കാൾ ഏറ്റവും മികച്ച ലീഡർ നീ തന്നെയാണ്. പക്ഷെ നിനക്കൊരു പ്രശ്നമുണ്ട്, നീ എല്ലാ സ്ഥലത്തും ആൾക്കാരെ സംരക്ഷിക്കാൻ നോക്കും. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയല്ല. മല കയറാൻ പറ്റാത്തവൻ കയറണ്ട എന്നാണ് ഞാൻ തീരുമാനിക്കുക. പക്ഷെ നീ അങ്ങനെയല്ല. അവർക്ക് കയറാൻ പറ്റത്തില്ലെങ്കിലും അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നീ അവരെ മല കയറ്റും. എനിക്കതൊരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു ടീമായിട്ട് പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പ്രശ്നമാവത്തില്ലേ എന്നാണ് അവൻ പറയുന്നത്. അതേക്കുന്ന റോബ് പറയുന്നത് നമ്മൾ ഒരു ടീമായിട്ട് പോകുന്നേ ഉള്ളൂ. നിന്റെ ടീമിന്റെ കാര്യം നീ നോക്കിയാൽ മതി, അതിൽ ഞാൻ ഇടപെടത്തില്ല. ഞാൻ എൻ്റെ ടീമിന്റെ കാര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളാം. നമ്മൾ 2 ടീമും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കരുത്, ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ് റോബ് പറയുന്നത്. റോബ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സ്കോട്ട് അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ടീമായി കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ സ്കോട്ടും റോബും ഒരു മീറ്റിംഗ് വിളിച്ചു. അതിൽ ഇവരുടെ ഷെയർപാസും ഉണ്ട്. ഇപ്പൊ സ്കോട്ടിന്റെ അടുത്ത് നിൽക്കുന്ന ആ മുടി ഇറക്കിയ നേപ്പാളിക്കാരനെ കണ്ടില്ലേ, ഇവനാണ് ഈ സ്കോട്ടിന്റെ ഷെയർപ്പ. ഇവന്റെ പേര് ലോബ്സാങ് എന്നാണ്. മറ്റേ ഷെയർപ്പയുടെ പേര് ആങ് ഡോർജി, ഇവന്റെ പേര് ലോബ്സാങ്. ഇനിയിപ്പോൾ അവർ മല കയറാൻ പോവാണല്ലോ, അതിനു മുമ്പായിട്ട് അവിടെ ചില കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ആ ജോലി ഈ ഷെയർപാസിന്റെയാണ്. അതാണ് റോബ് ഇപ്പോൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്. അതിൽ ആദ്യം റോബ് പറയുന്നത് ഓക്സിജൻ സിലിണ്ടറിന്റെ കാര്യമാണ്. സൗത്ത് സമ്മിറ്റിലായിട്ട് 8 സിലിണ്ടർ ഓക്സിജൻ കൊണ്ടുവെക്കണം. എന്നാൽ റോബ് ആ കാര്യം പറയുമ്പോൾ ടോളി അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ പറയുന്നത് എനിക്ക് ഓക്സിജന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഓക്സിജൻ ഇല്ലാതെയാണ് കയറുന്നതെന്നാണ്.
അത് കേൾക്കുന്ന റോബിന് അത്ഭുതമായി. ഓക്സിജൻ ഇല്ലാതെ നീ മല കയറാൻ പോവാണോ? ബാക്കിയുള്ളവരുടെയൊക്കെ ജീവൻ നമ്മുടെ കയ്യിലല്ലേ, അപ്പൊ നമ്മളും ഓക്സിജൻ ഉപയോഗിക്കേണ്ടതല്ലേ എന്നാണ് റോബി ചോദിക്കുന്നത്. അതേക്കുന്ന ടോളി പറയുന്നത്, ഞാൻ ഒരുപാട് തവണ മല കയറിയിട്ടുണ്ട്, ഇതുവരെ ഞാൻ ഓക്സിജൻ ഉപയോഗിച്ചിട്ടില്ല, ഇനി ഉപയോഗിക്കാനും പോകുന്നുമില്ല. അതങ്ങോട്ട് ശീലമായി കഴിഞ്ഞാലേ പിന്നെ ഓക്സിജൻ തീർന്നു പോയി കഴിഞ്ഞാൽ അതിനോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല എന്നാണ് ടോളി പറയുന്നത്. അയാൾ അങ്ങനെ പറയുമ്പോൾ റോബ് പിന്നൊന്നും പറയുന്നില്ല. അടുത്തായിട്ട് അയാൾ പറയുന്നത് അവിടെ റോപ്പ് കിട്ടുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ലോസ്റ്റ് ഫേസ് ഉണ്ടല്ലോ, അവർ തിരിച്ചിറങ്ങിപ്പോകുന്ന സ്ഥലം, അവിടുത്തെ റോപ്പൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റോപ്പ് കിട്ടേണ്ടത് ഹിലാരി സ്റ്റെപ്പ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ്. അത് ഈ എവറസ്റ്റിന്റെ ഏറ്റവും ടോപ്പിൽ ഒരു പാറയുടെ മുകളിലൂടെയാണ് കയറി പോകേണ്ടത്. അതായത് 8790 കിലോമീറ്റർ മുകളിൽ ആ ഒരു സ്ഥലത്ത് പുതിയതായിട്ട് റോപ്പ് കിട്ടണം. റോബ് ആ കാര്യം പറയുമ്പോൾ ഷെയർപാസ് ആണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഈ മീറ്റിംഗിൽ അവർ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റോബ് ഇപ്പോൾ അവന്റെ ടീമിനെ വിളിച്ചു. എന്നിട്ട് അവരെ എല്ലാവരും കൂടെ ഒരിടത്തിരുത്തിയിട്ട് അവരൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ സമയം രാത്രി എല്ലാവരും ടെന്റിലിരിക്കുന്ന സമയത്താണ് റോബിനൊരു ഫാക്സ് വരുന്നത്. ഹെലനാണ് ഇപ്പൊ അത് അവന് കൊണ്ടുകൊടുക്കുന്നത്. അവനത് തുറന്നു നോക്കുമ്പോൾ അവന്റെ ഭാര്യയെ ജാൻ അയച്ചതാണ്. അതായത് അവളുടെ സ്കാനിങ് കഴിഞ്ഞു, കുട്ടി പെൺകുട്ടിയാണെന്ന് കൺഫേം ആയിട്ടുണ്ട്. ആ കാര്യമാണ് ആ ഫാക്സിൽ ഉണ്ടായിരുന്നത്. അത് കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവൻ ആ കാര്യം ഉടനെ തന്നെ അവന്റെ ടീമിലുള്ള എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അത് കേൾക്കുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ റോബ് അവന്റെ ഭാര്യയെ വിളിച്ചു. ഈ സമയം അവളുടെ അവിടെ രാത്രിയാണ്, ന്യൂസിലൻഡാണ് സ്ഥലം. അവൾ ഉറങ്ങുന്ന സമയത്താണ് ഇപ്പൊ അവൻ കോൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിളിച്ചതിന് ശേഷം അവൻ പറയുന്നത്, അപ്പൊ നമുക്ക് പെൺകുട്ടിയാണല്ലേ, ഇനി ഞാനൊരു കാര്യം പറയാം, നമ്മുടെ മോൾക്ക് ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്, സാറ. ആ പേര് തന്നെ നമുക്ക് ഇട്ടാൽ മതി കേട്ടോ എന്നാണ് റോബ് പറയുന്നത്. എന്നാൽ സാറ എന്ന പേര് അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമുക്കൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്നാണ് ജാൻ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം അവർ സംസാരിച്ചതിന് ശേഷം ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവർക്ക് മല കയറാനുള്ള സമയമായി. അതിന് മുന്നോടിയായിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. ഇനി അതാണ് കാണിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും ആ മല കയറാൻ പോവാണ്. കുറെ നടന്ന് അവരിപ്പം വലിയൊരു മലയിടുക്കിന്റെ അടുത്തെത്തി. അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് വലിയൊരു കോണി ഇട്ടിട്ടുണ്ട്. അതിന്റെ മുകളിലൂടെയാണ് അവരിപ്പോൾ നടക്കുന്നത്. അങ്ങനെ അതും ക്രോസ് ചെയ്തിട്ട് അവരിപ്പോൾ ക്യാമ്പ് 1 എത്തി. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 19,500 അടി മുകളിലാണ്. അങ്ങനെ അവിടേക്ക് എത്തി കഴിയുമ്പോഴാണ് റോബ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. സ്കോട്ടിന്റെ ടീമിലുള്ള 2 ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിലൊരുത്തന്റെ പേര് ഡെയിൽ എന്നും മറ്റവന്റെ പേര് നീൽ എന്നുമാണ്. ഈ ഡെയിലിന് തീരെ വയ്യ, വല്ലാണ്ട് ശ്വാസം മുട്ടുന്നുണ്ട്. അവൻ ഇനി താഴേക്ക് ഇറക്കിയേ പറ്റൂ. പക്ഷെ സ്കോട്ട് ആണെങ്കിൽ ഇപ്പൊ മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. അവൻ ഇനി തിരിച്ചിറങ്ങി വരണം. അതിനു വേണ്ടിയിട്ടാണ് നീൽ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. സ്കോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഡെയിലിനെ താഴേക്ക് കൊണ്ടുപോകും. അതാണ് അവരുടെ പ്ലാൻ. അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചതിന് ശേഷം റോബ് പിന്നെ അവിടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നടന്ന് ഒരു സ്ഥലത്തെത്തുമ്പോൾ സ്കോട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് റോബ് കണ്ടു. അവൻ ആ ഡെയിലിന്റെ കാര്യം ഇപ്പൊ സ്കോട്ടിന്റെ അടുത്ത് പറയാണ്. ഇപ്പൊ റോബ് പറഞ്ഞപ്പോഴാണ് സ്കോട്ട് ആ കാര്യം അറിയുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ വയർലെസ് കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അവർ വിളിച്ചിട്ട് ഇവനെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഡെയിലിന് തീരെ വയ്യാന്ന് അറിയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗം താഴേക്ക് ചെല്ലട്ടെ, അയാൾക്ക് അത്രയും പറ്റുന്നില്ലെങ്കിൽ അയാളെ നേരെ ബേസ് ക്യാമ്പിലേക്ക് ആക്കാം, എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വരാം എന്നും പറഞ്ഞിട്ട് സ്കോട്ട് അവിടുന്ന് പോയി. അങ്ങനെ റോബും ടീമും പിന്നെയും നടന്നിപ്പോൾ ക്യാമ്പ് 2 ഇത് 21,300 അടി മുകളിലാണ്. അവിടേക്ക് എത്തിയതിനു ശേഷം റോബ് ഉടനെ തന്നെ ഗൈഡായി ഗൈനെ വിളിക്കുകയാണ്. അവനിപ്പോൾ ഉള്ളത് പുമോരി എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിലാണ്. അതായത് എവറസ്റ്റിൽ നിന്നും 5 മൈൽ പടിഞ്ഞാറായിട്ട്. അവൻ അവിടെ ക്യാമ്പ് അടിച്ചിരിക്കുകയാണ്. ഇപ്പൊ റോബ് അവന്റെ ബൈനോക്കുലറിലൂടെ നോക്കുമ്പോൾ അവരുടെ ആ ക്യാമ്പ് അവന് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ റോബ് അവനോട് പറയുന്നത്, ഞങ്ങളിപ്പോ മല കയറാൻ പോവാണ്, നീ ജസ്റ്റ് അവിടെ ഇരുന്നിട്ട് ഞങ്ങളൊന്ന് നിരീക്ഷിച്ചേക്കണേന്നാണ്. ഗെയ് ആണെങ്കിൽ ഓക്കെ പറയുകയും ചെയ്തു. ഈ സമയം തന്നെ എവറസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ നെഞ്ചും പിരിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ മുകളിലൂടെ നല്ല ശക്തമായിട്ട് മഞ്ഞിന്റെ കാറ്റും അടിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അതിലൊരു മല ഇടിഞ്ഞു വീഴുന്നത്. മഞ്ഞിങ്ങനെ വളരെ വേഗത്തിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം റോബും ടീമും അതിലൂടെ മുകളിലേക്ക് കയറുന്നുണ്ട്. അവർക്കിടയിലൂടെയാണ് ആ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ആ മഞ്ഞ് കഷ്ണങ്ങളൊക്കെ പോകുന്നത്. അതിൽപ്പെട്ട് 2-3 ആൾക്കാർ തീർച്ചുപോയി. ആ കൂട്ടത്തിൽ ഇവരുടെ ഗൈഡായ ഹരോൾഡും ഉണ്ടായിരുന്നു. അവൻ കുറെ താഴേക്കാണ് വീഴുന്നത്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും റോബ് അവനെ കയറി പിടിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് റോബ് അവനോട് പിടിച്ചു നിർത്തി. ഭാഗ്യത്തിന് അവർക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഹരോൾഡിന് ഒരു കുഴപ്പമില്ലെന്ന് മനസ്സിലാവുമ്പോഴാണ് റോബിന് ശരിക്കും ആശ്വാസമാവുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് അവരിപ്പോൾ ക്യാമ്പ് 3 എത്തി. ഇത് 24,000 അടി മുകളിലാണ്. എല്ലാവരും ഇപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്യാണ്. ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റോബ് നേരെ വിളിക്കുന്ന സ്കോട്ടിനെയാണ്. നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സ്കോട്ട് പറയുന്നത്, ഞാൻ നമ്മുടെ ഡെയിലിനെ ബേസ് ക്യാമ്പിലേക്ക് ആക്കി, എന്നിട്ട് ഞാനിപ്പോൾ ക്യാമ്പ് 1 തിരിച്ചെത്തി. ഇവിടെ ഞാൻ റെസ്റ്റ് എടുക്കാണ്, നാളെ രാവിലെ ആകുമ്പോഴേക്കും നിങ്ങളുടെ അടുത്തേക്ക് എത്താം എന്നാണ് സ്കോട്ട് പറയുന്നത്. അതേക്കുന്ന റോബ് പറയുന്നത്, വേണ്ട സ്കോട്ട്, നാളെ നീ ഇങ്ങോട്ട് വരണ്ട, നീ ഒരു ദിവസം കൂടെ റെസ്റ്റ് എടുക്ക്, നിനക്ക് തീരെ വയ്യ, നീ കുറെ തവണയായില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്നത്, അതുകൊണ്ട് റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി എന്നാണ് റോബ് പറയുന്നത്. എന്നാൽ സ്കോട്ട് അതിന് സമ്മതിക്കുന്നില്ല. എനിക്ക് റെസ്റ്റ് ഒന്നും വേണ്ട, എന്റെ പ്രശ്നങ്ങൾക്കുള്ള മരുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ നാളെ തന്നെ അങ്ങോട്ട് എത്തും എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ അവരുടെ റെസ്റ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനെ തുറന്ന് അവർ പിന്നെയും കയറാൻ തുടങ്ങി. ദൂരെ നിന്ന് നോക്കുമ്പം അത് വല്ലാത്തൊരു കാഴ്ചയാണ്. നീണ്ടു നിവർന്ന് വിശാലമായിട്ട് കിടക്കുന്ന ആ ഭീമൻ പർവ്വതം, അതിന്റെ ഇടയിലൂടെ ഉറുമ്പുകൾ നീങ്ങുന്ന പോലെ റോബിനെയും ടീമിനെയും നമുക്ക് കാണാൻ പറ്റും. ഈ സമയം എവറസ്റ്റ് ആണെങ്കിൽ അവരുടെ ആ വരവും നോക്കിക്കൊണ്ട് അവരെയും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതിൽ ആർക്കൊക്കെ അങ്ങോട്ട് എത്താൻ പറ്റും, ആരൊക്കെ ആ വരവിൽ വീണുപോകും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്.
ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എവറസ്റ്റിന് ഈ കാഴ്ച പുത്തിരിയല്ല, അത് ഡെയിലി കാണുന്നതാണ്. മനുഷ്യന്റെ സാഹസങ്ങളൊക്കെ അത് ഇത്രയും കാലത്തിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എങ്കിലും അതിനെന്തൊരു വിഷമമുണ്ട്. കാരണം തന്റെ മടിത്തട്ടിലൂടെ തന്നെ നടന്നു നീങ്ങി തന്നെ ഒന്ന് ചുംബിക്കാൻ ശ്രമിക്കുന്ന പല ആൾക്കാരും അതിന്റെ കൺമുന്നിൽ വെച്ചിട്ട് മരിക്കുന്നത് അത് പലതവണ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിങ്ങലോടെ മാത്രമേ അതിന് മനുഷ്യന്റെ ഈ സാഹസങ്ങളൊക്കെ നോക്കി കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ എത്ര വിഷമിച്ചിട്ട് എന്താണ് കാര്യം? മനുഷ്യൻ ഇത് ഒരിക്കലും നിർത്താൻ പോകുന്നില്ല. മാത്രമല്ല അതിന് തലയുയർത്തി നിന്നല്ലേ പറ്റൂ. അങ്ങനെ കുറെ സമയത്തെ കയറ്റത്തിന് ശേഷം അവരിപ്പോൾ ക്യാമ്പ് 4-ലെത്തി. ഇത് 26,085 അടി മുകളിലാണ്. അവരിപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ ക്യാമ്പ് അടിക്കുകയാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവിടെ നല്ല ശക്തമായിട്ടുള്ള കാറ്റടിക്കുന്നുണ്ട്. ഈ ഒരു കാറ്റിൽ അവർക്ക് മുകളിലേക്ക് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് കാറ്റൊന്ന് അടങ്ങിയിട്ട് ഇനി മുകളിലേക്ക് പോകും എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ സമയം കൂടുന്തോറും കാറ്റിന്റെ ശക്തിയും കൂടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ ടെന്റിനകത്ത് കയറി കിടക്കുകയാണ്. അങ്ങനെ സമയം രാത്രിയായപ്പോഴേക്കും സ്കോട്ടും അങ്ങോട്ടെത്തി. ഈ സമയമാകുമ്പോഴേക്കും സ്കോട്ടിനാണെങ്കിൽ തീരെ വയ്യ. അങ്ങനെ അവനും അവന്റെ ടെന്റിനകത്ത് കയറി കിടക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം പുലർച്ചെയായി. ഇന്നാണ് മെയ് 10. ഇന്നത്തെ ദിവസമാണ് അവർ എവറസ്റ്റ് കീഴടക്കാൻ പോകുന്നത്. റോബിൻ ടീം വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ കാഴ്ച ശരിക്കും അവർ അത്ഭുതപ്പെടുത്തി. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ ശാന്തമാണ്. അതുകൊണ്ട് തന്നെ അവൻ ഉടനെ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു. റോബ് ഇപ്പോൾ പറയുന്നത് 1/2 മണിക്കൂറിനുള്ളിൽ നമ്മൾ മല കയറാൻ തുടങ്ങണം. ഇപ്പം കയറി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പോയിട്ട് വരാം. എൻ്റെ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴേക്കും നമ്മൾ താഴേക്ക് എത്തുകയും വേണം. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് റെഡി ആയിക്കോ എന്നാണ് അവൻ പറയുന്നത്. അതെല്ലാം കേട്ട് അവരെല്ലാവരും ശരിക്കും ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഇന്നത്തെ ഈ ദിവസം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ റോബ് പറഞ്ഞ പോലെ തന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പം അവർ മല കയറാൻ തുടങ്ങി. കുറെ നേരത്തെ കയറ്റത്തിന് ശേഷം അവരിപ്പോൾ 27,600 അടി മുകളിലേക്ക് എത്തി. ഈ സ്ഥലത്തിന് ദ ബാൽക്കണി എന്നാണ് പറയുന്നത്. ഇപ്പൊ സമയം പുലർച്ചെ 4:30 അങ്ങനെ അതിലവർ കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബെക്കിനൊരു പണി കിട്ടുന്നത്. അവന് കാഴ്ച മങ്ങാൻ തുടങ്ങി. ഈ സമയം റോബോ അവിടെ നിൽക്കുന്നുണ്ട്. നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്തത്. ഇപ്പം എനിക്ക് കാഴ്ച വല്ലാതെ മങ്ങുന്നു എന്നാണ് ബെക്ക് പറയുന്നത്. അത് കേൾക്കുമ്പോൾ എന്നാൽ നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് റോബ് ഇപ്പം ബെക്കിനെ താഴേക്ക് ഇരുത്തി. ഈ സമയം ബെക്ക് റോബിനെ നോക്കുമ്പോൾ അവൻ്റെ കാഴ്ച ശരിക്കും മങ്ങി വരുന്നുണ്ട്. അവന് തീരെ വയ്യെന്ന് മനസ്സിലാവുമ്പോൾ എന്നാൽ നമുക്ക് തിരിച്ചു പോവാം എന്നാണ് റോബ് പറയുന്നത്. എന്നാൽ ബെക്ക് അതിന് സമ്മതിക്കുന്നില്ല. എന്തായാലും ഞാൻ ഈ മല കയറും എന്നാണ് അവൻ പറയുന്നത്. അവനിങ്ങനെ വാശി പിടിക്കുന്ന കാണുമ്പം എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, 1/2 മണിക്കൂർ വരെ റെസ്റ്റ് എടുക്ക്. നിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുകയാണെങ്കിൽ നീ ബാക്കിയുള്ളവരുടെ കൂടെ മുകളിലേക്ക് കയറിപ്പോരെ. പക്ഷെ പ്രശ്നങ്ങളൊന്നും സോൾവ് ആയിട്ടില്ലെങ്കിൽ ഒരിക്കലും നീ കയറാൻ നിൽക്കരുത്, തിരിച്ചു പോയിക്കൊള്ളാം. ഒരു ഷെയർപേ ഞാൻ ഇങ്ങോട്ട് അയക്കാം എന്നാണ് റോബ് പറയുന്നത്. ബെക്കാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്തു. ഇതേസമയം തന്നെ ഹെറോൾഡും ടീമും ഇപ്പൊ സൗത്ത് ഈസ്റ്റ് റിഡ്ജ് എന്നൊരു സ്ഥലത്തേക്ക് എത്തി. ഇതുവഴിയാണ് ഹിലരി സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. എന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്കൊരു പണി കിട്ടി. അവിടെ മര്യാദയ്ക്ക് റോപ്പ് ഒന്നും കെട്ടിവെച്ചിട്ടില്ല. അത് ആ ഷെയർപ്പയുടെ പണിയാണ്. ഇപ്പൊ ആങ്ഡോർജി എന്ന് പറയുന്ന ആ ഷെയർപ്പ അവിടെ നിൽക്കുന്നുണ്ട്. ഹെറോൾഡ് ഇപ്പം അവൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ കയറൊന്നും കിട്ടിയില്ല എന്ന്. അതേക്കുന്ന ആങ്ഡോർജി പറയുന്നത് കയറുകളൊക്കെ ആ ലോബ്സാങ്ങിന്റെ കയ്യിലാണ്, അവനാണ് ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാണ് ആങ്ഡോർജി പറയുന്നത്. അങ്ങനെ അവനോട് സംസാരിച്ചതിന് ശേഷം ഹെറോൾഡ് നേരെ റോബിനെ വിളിച്ചു. എന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ മൊത്തം റോബിൻ്റെ അടുത്ത് പറയാണ്. ഇവിടെ കയറുകളൊന്നുമില്ല, ഇനിയിപ്പോൾ കയറ് കെട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതുകൊണ്ട് ഞാനും ടോളിയും കൂടെ ഇവിടെ കയറ് കെട്ടാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഹെറോൾഡ് ഇപ്പോൾ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം അവരവിടെ റോപ്പ് കെട്ടാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അങ്ങനെ അവരവിടെ കയറ് കിട്ടുന്ന സമയത്ത് ബാക്കി എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യാണ്. ഈ സമയം വേറെ കുറെ ആൾക്കാർ മുകളിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അതിൽ 2-3 ആൾക്കാരാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചിറങ്ങി വരികയാണ്. റോബ് അവരെ മീറ്റ് ചെയ്യുകയും ചെയ്തു. കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ കാത്തു നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് എന്ന് പറഞ്ഞിട്ട് അവർ താഴേക്ക് ഇറങ്ങിപ്പോയി. ഇതേസമയം തന്നെ ടോളിയും കൂട്ടരും അവിടെ റോപ്പൊക്കെ കെട്ടിക്കൊണ്ട് ഇപ്പൊ ആ ഹിലരി സ്റ്റെപ്പിന്റെ അവിടേക്ക് എത്തി. ഇപ്പൊ അവരവിടെ റോപ്പ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും റോബും ടീമും അവർ ആ റോപ്പ് കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തി. അത് അവൻ നോക്കുമ്പോൾ അവിടെ സ്കോട്ടിനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ വയർലെസ് എടുത്ത് സ്കോട്ടിനെ വിളിച്ചു. ഈ സമയം സ്കോട്ട് പറയുന്നത് ഞാൻ കുറെ പുറകിലാണെന്നാണ്. അതേക്കുമ്പോൾ എടാ ഇവിടെ പ്രശ്നമുണ്ട്, നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് കയറുക എന്നാണ് റോബ് പറയുന്നത്. ഈ സമയം തന്നെ ബെക്കാണെങ്കിൽ അവിടെ തന്നെ കിടക്കുകയാണ്. അതിനിടയിലാണ് തിരിച്ചിറങ്ങി പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിപ്പോൾ ബെക്കിന്റെ അടുത്തേക്ക് എത്തി. അവിടുത്തെ കാര്യങ്ങളൊക്കെ അവരിപ്പോൾ ബെക്കിന്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ എന്തായാലും ഈ മല കയറിയിട്ടേ വരൂ എന്നാണ് ബെക്ക് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ റോപ്പൊക്കെ ശരിയാക്കി അവർ പിന്നെയും കയറാൻ തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് എവറസ്റ്റിന്റെ മുകളിലേക്ക് എത്തുന്നത് ടോളിയാണ്. അവന്റെ പുറകിലായിട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെത്തി. എല്ലാവരും വല്ലാത്തൊരു സന്തോഷത്തിലാണ്. ആ ജപ്പാൻകാരി ഉണ്ടല്ലോ, അവളുടെ ആ ആഗ്രഹം സാധിച്ചു. 7ാമത്തെ പർവ്വതവും അവളിപ്പോൾ കീഴടക്കി. അവളിപ്പം അവളുടെ രാജ്യത്തിന്റെ കൊടിയെടുത്തിട്ട് അവിടെ കുത്തിവെക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും റോബോ അങ്ങോട്ടെത്തി. അവനിപ്പോൾ എവറസ്റ്റിന്റെ മുകളിലേക്ക് എത്തിയ കാര്യം ബേസ് ക്യാമ്പിലുള്ള ഹെലനെ വിളിച്ചറിയിക്കുകയാണ്. അവക്കും അതേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അവൻ ആ ഫോൺ കട്ട് ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും കയറിയവരൊക്കെ ഇറങ്ങിപ്പോയി. സ്കോട്ട് ഇപ്പോഴാണ് അങ്ങോട്ട് വരുന്നത്. അവനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് റോബ് അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ സ്കോട്ടിന്റെ അവസ്ഥ വളരെ മോശമാണ്. അവൻ നല്ല രീതിയിൽ തളർന്നിട്ടുണ്ട്. അങ്ങനെ അവർ പതുക്കെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇതേസമയം തന്നെ ഹെറോൾഡ് ആണെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന ഓക്സിജൻ സിലിണ്ടറൊക്കെ ചെക്ക് ചെയ്യാണ്. അവിടെ പുതിയതായിട്ട് 8 എണ്ണം കൊണ്ടുവയ്ക്കണം എന്നവർ ആ ഷെയർപ്പകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരതുപോലെ ചെയ്തിട്ടില്ല. അവിടെയുള്ള ടാങ്കുകളൊക്കെ ഏകദേശം തീരാറായതാണ്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും ടെൻഷനായി. അങ്ങനെ സമയം 3:15. റോബും കൂട്ടരും താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവർ ഡെഗിനെ കാണുന്നത്.
അയാൾ വളരെ കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറി വരികയാണ്. അത് കാണുമ്പോൾ റോബ് അവനെ തടഞ്ഞു. എന്നിട്ട് അവൻ പറയുന്നത്, നിങ്ങൾക്ക് തീരെ വയ്യ ഡെക്, ഇനി നിങ്ങൾ കയറാൻ ശ്രമിക്കേണ്ട, നമുക്ക് തിരിച്ചു പോവാം എന്നാണ് റോബ് പറയുന്നത്. എന്നാൽ ഡെക് അതിന് സമ്മതിക്കുന്നില്ല. അവനിപ്പോൾ റോബിനോട് പറയുന്നത്, അത് മാത്രം നീ എന്നോട് പറയരുത്, ഇതെന്റെ അവസാനത്തെ ചാൻസ് ആണ്, ഇനി ഒരിക്കലും എനിക്ക് ഇവിടം വരെ വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇത്തവണ എനിക്കിത് കയറിയേ പറ്റൂ എന്നാണ് അവൻ പറയുന്നത്. അവൻ അങ്ങനെ പറയുമ്പം റോബിന് ശരിക്കും സങ്കടമായി. അതുകൊണ്ട് തന്നെ ഇയാളെ ഇന്ന് മല കയറ്റിയിട്ട് അടങ്ങൂ എന്നവൻ തീരുമാനിച്ചു. അങ്ങനെ ബാക്കിയുള്ളവരെ പറഞ്ഞു വിട്ടതിന് ശേഷം റോബ് ഇപ്പോൾ ഡെഗിനെയും കൂട്ടി മല കയറുകയാണ്. അങ്ങനെ അവസാനം റോബ് ഇപ്പോൾ ഡെഗിനെയും കൊണ്ട് എവറസ്റ്റിന്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നത് അതിപ്പം അയാൾ സാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സന്തോഷത്തിലാണ് ഡെഗ് അവിടെ ഇരിക്കുന്നത്. ഇതേസമയം തന്നെ നമ്മുടെ ഗൈ ആണെങ്കിൽ അവന്റെ ബൈനോക്കുലർ വെച്ച് എവറസ്റ്റിന്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അവൻ നോക്കുമ്പോൾ അവിടെ ആളെ കാണുന്നുണ്ട്. റോബും ടീമും 2 മണിക്ക് തിരിച്ചിറങ്ങിപ്പോരും എന്നാണ് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് റോബാണ് എന്ന കാര്യം അവന് മനസ്സിലായിട്ടില്ല. എങ്കിലും അവൻ റോബിനെ വിളിച്ചു നോക്കി, പക്ഷെ കണക്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഗൈ നേരെ ബേസ് ക്യാമ്പിൽ ഹെലനെ വിളിക്കുകയാണ്. ഇപ്പൊ ഹെലൻ പറയുമ്പോഴാണ് റോബും ടീമും മുകളിൽ തന്നെയാണ് എന്ന കാര്യം അവൻ അറിയുന്നത്. അവന് ശരിക്കും ടെൻഷനായി. അവനിപ്പോൾ ഹെലനോട് പറയുന്നത്, എത്രയും പെട്ടെന്ന് അവരോട് ഇറങ്ങാൻ പറ, ഇതിലെ മേഘങ്ങൾ മൂവ് ആവുന്ന ഞാൻ കാണുന്നുണ്ട്, മിക്കവാറും മഴ പെയ്യും, അതിനു മുമ്പായിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പണി കിട്ടും, അതുകൊണ്ട് വേഗം അവരോട് ഇറങ്ങാൻ പറ എന്നാണ് ഗൈ പറയുന്നത്. അതിനെ തുടർന്ന് ഹെലൻ വേഗം റോബിനെ വിളിച്ചു. എന്നാൽ അവക്കും ഒരു കണക്ഷൻ കിട്ടുന്നില്ല. ഈ സമയം അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ മഴമേഘങ്ങൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും മഴ പെയ്യും എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ടെൻഷനിലാണ് അവൾ അവിടെ നിൽക്കുന്നത്. ഈ സമയം മൈക്കും ടീമും താഴേക്ക് ഇറങ്ങി വരികയാണ്. അവർ നോക്കുമ്പോൾ ബെക്ക് അവിടെ കിടക്കുന്നുണ്ട്. അയാളുടെ ആ അവസ്ഥ മനസ്സിലായി കഴിയുമ്പോൾ അവരിപ്പോൾ അയാളെയും പൊക്കിയെടുത്തിട്ട് താഴേക്ക് നടക്കുകയാണ്. ഈ സമയം റോബാണെങ്കിൽ ഡെഗിനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങാണ്. പക്ഷെ അയാളാണെങ്കിൽ വല്ലാണ്ട് തളർന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് അയാളെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല അവരുടെ ഓക്സിജനും തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റോബ് ഇപ്പോൾ വേഗം ഹെറോൾഡിനെ വിളിച്ചു. എന്നിട്ട് അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയാണ്. അതേക്കുന്ന ഹെറോൾഡ് പറയുന്നത്, സൗത്ത് സമ്മിറ്റിൽ ഓക്സിജൻ വെക്കാൻ പറഞ്ഞിട്ടും അമ്മരത് വെച്ചിട്ടില്ല, ഞാനത് ചെക്ക് ചെയ്തതാണ്, പക്ഷെ നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഹെറോൾഡ് തിരിച്ചു കയറാൻ തുടങ്ങി. ഇതേസമയം തന്നെ സ്കോട്ട് ആണെങ്കിൽ താഴേക്ക് ഇറങ്ങാണ്. അവന്റെ കൂടെയുള്ളത് അവന്റെ ഷേർപ്പയായ ആ ലോബ്സാങ് ആണ്. എന്നിട്ട് ഈ സമയമാകുമ്പോഴേക്കും സ്കോട്ടാണെങ്കിൽ വല്ലാണ്ട് തളർന്നു. അവനിപ്പോൾ താഴേക്ക് കിടക്കുകയാണ്. എന്നിട്ട് അവൻ ലോബ്സാങ്ങിനോട് പറയുന്നത്, എനിക്കിനി താഴേക്ക് വരാൻ പറ്റത്തില്ല, നീ ഒരു കാര്യം ചെയ്യ്, താഴെ ചെന്നിട്ട് ടോളി അങ്ങോട്ട് പറഞ്ഞേക്ക്, 2-3 ഓക്സിജൻ ടാങ്ക് അവന്റെ കയ്യിൽ കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ ലോബ്സാങ്ങിനെ അവിടുന്ന് പറഞ്ഞു വിടാണ്. ഈ സമയം തന്നെ റോബാണെങ്കിൽ ഡെഗിനിപ്പം ഒരു റോപ്പ് വഴി താഴേക്ക് ഇറക്കാണ്, ഒരു വലിയ പാറയുടെ മുകളിൽ നിന്ന്. ഈ സമയത്താണ് ആ കാറ്റടിക്കുന്നത്, ശക്തമായിട്ടുള്ള കാറ്റ്. മാത്രമല്ല നല്ല ഇടിയും വെട്ടുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ റോബ് താഴേക്ക് ഇറങ്ങി. എന്നിട്ട് അവനിപ്പം ഡെഗിന്റെ മുന്നിലൂടെ നടക്കുകയാണ്. ഈ സമയം ഡെഗ് പതുക്കെ എഴുന്നേറ്റിട്ട് അവന് പുറകെ വരുന്നുണ്ട്. എന്നാൽ അതിനിടയിലാണ് അവൻ ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. അവിടെ റോപ്പൊക്കെ സെറ്റാക്കിയതിന് ശേഷം റോബ് തിരിഞ്ഞു നോക്കുമ്പോൾ ഡെഗിനെ കാണുന്നില്ല. അവൻ താഴേക്ക് വീണു എന്ന കാര്യം റോബിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സങ്കടത്തിലാണ് അവൻ അവിടെ നിൽക്കുന്നത്. ഇതേസമയം തന്നെ ബെക്കും ടീമും താഴേക്ക് വരുന്ന വഴിയാണ്. അതിനിടയിലാണ് അവരെല്ലാവരും കൂടെ താഴേക്ക് വീഴുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ഹെറോൾഡ് ആണെങ്കിൽ ഇപ്പൊ റോബിന്റെ അടുത്തേക്ക് എത്തി. അവൻ വേഗം ചെന്നിട്ട് റോബിനോടൊന്ന് പൊക്കിയെടുക്കുകയാണ്. ഈ സമയം താഴേക്ക് വീണവരിൽ ടോളി ഇപ്പോൾ എഴുന്നേറ്റു. അവനിപ്പം അവിടെ ഓരോരുത്തർ ചെക്ക് ചെയ്യാണ്. അവൻ ആ ജപ്പാൻകാരിയുടെ അടുത്തേക്ക് നോക്കുമ്പോൾ അവളിപ്പോൾ മരിച്ചിട്ടുണ്ട്. അങ്ങനെ അവളെ ഒന്ന് നോക്കിയതിന് ശേഷം എഴുന്നേറ്റവരൊക്കെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അതിനിടയിൽ ബെക്കും അവിടെ നിന്ന് എഴുന്നേറ്റു. പക്ഷെ അവനെ കൊണ്ട് നടക്കാൻ സാധിക്കുന്നില്ല. അവൻ പിന്നെയും താഴേക്ക് വീഴാണ്. അങ്ങനെ സമയം രാത്രി 12 മണിയായി. ഇപ്പൊ താഴെ ഇറങ്ങിയവരൊക്കെ ക്യാമ്പിലേക്ക് എത്തിച്ചതിന് ശേഷം ടോളി ഇപ്പൊ ബാക്കിയുള്ളവരെ എടുക്കാൻ വേണ്ടി തിരിച്ചു കയറാൻ തുടങ്ങി. അങ്ങനെ കുറെ നടന്നതിന് ശേഷം അവൻ അവിടെ വീണ് പോയവരുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അതിലൊരാളെ പൊക്കിയെടുത്ത് ഞാൻ ഇപ്പൊ തിരിച്ചു വരാമെന്നും പറഞ്ഞിട്ട് അവൻ താഴേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. റോബും ഹെറോൾഡും ഇപ്പൊ അവിടെ ഒരു പാറയുടെ അടുത്ത് കിടക്കുകയാണ്. ഈ സമയം ഹെറോൾഡിനാണെങ്കിൽ വല്ലാണ്ട് ചൂടെടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ജാക്കറ്റ് ഊരി മാറ്റുകയാണ്. എന്നാൽ അത് ഊരി മാറ്റി കഴിയുമ്പോഴാണ് പെട്ടെന്ന് അവൻ താഴേക്ക് വീണു പോകുന്നത്. ഇതേസമയം താഴേക്ക് പോയ ടോളിയാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ എത്തി. അവൻ ആദ്യം വന്നിട്ട് അവിടെ കിടക്കുന്ന ആൾക്കാരൊക്കെ പരിശോധിക്കുകയാണ്. ആദ്യം അവൻ ചെക്ക് ചെയ്യുന്നത് ബെക്കിനെയാണ്. എന്നാൽ അവൻ അനക്കൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ മരിച്ചു എന്നാണ് ടോളി വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ബെക്ക് മരിച്ചിട്ടില്ല. അടുത്തായിട്ട് അവൻ ചെക്ക് ചെയ്യുന്നത് ആ ജപ്പാൻകാരിയാണ്. അവളും മരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തീരെ വയ്യാണ്ട് അവിടെ കിടക്കുന്നത് ഇവരുടെ ജേർണലിസ്റ്റായ ആ സാൻഡിയാണ്. മറ്റവന് കുഴപ്പമില്ല. അങ്ങനെ ടോളി ഉടനെ തന്നെ ആ സാൻഡിയെ പൊക്കിയെടുത്തു. എന്നിട്ട് ബാക്കിയുള്ളവനെയും കൂട്ടി നേരെ താഴേക്ക് പോവാണ്. ഈ സമയം അവരെ വിളിക്കാൻ വേണ്ടി ബെക്ക് അവിടുന്ന് കൈ ഊക്കുന്നുണ്ട്. എന്നാൽ അവന്റെ ശബ്ദമൊന്നും വെളിയിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ ജീവനോടെ ഉണ്ട് എന്ന കാര്യം അവർ അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ റോബിനെ രക്ഷിക്കാൻ വേണ്ടി ബേസ് ക്യാമ്പിലുള്ള ആൾക്കാർ ആ ഷേർപ്പായി അങ്ങോട്ട് അയച്ചു, ആ ആങ് ഡോർജിയെ. എന്നാൽ അവനിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവൻ ഉടനെ തന്നെ ബേസ് ക്യാമ്പിൽ വിളിച്ചിട്ട് ഇവിടെ ഭയങ്കര കൊടുങ്കാറ്റാണ്, ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് അറിയിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഹെലനും ടീമിനും ഒരു ഞെട്ടലായിരുന്നു. ഇപ്പൊ അവളുടെ കൂടെ ഗൈയും ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഉടനെ തന്നെ റോബിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവൻ സിറ്റുവേഷൻ പറഞ്ഞു, ഞങ്ങൾ ആൾക്കാരെ അങ്ങോട്ട് അയച്ചു, അവർക്ക് നിന്റെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും തിരിച്ചിറങ്ങി വരണം എന്നാണ് ഗൈ പറയുന്നത്. അതേക്കുന്ന റോബ് പറയുന്നത്, എനിക്ക് മര്യാദയ്ക്കൊന്ന് ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് എനിക്ക് എന്തായാലും തിരിച്ചിറങ്ങി വരാൻ കഴിയത്തില്ല എന്നാണ് റോബ് പറയുന്നത്. അതേക്കുമ്പോൾ എന്നാൽ പിന്നെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഗൈ ഫോൺ കട്ട് ചെയ്തു. പക്ഷെ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യം ഗൈക്കും അറിയാം.
എങ്കിലും അവനൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ ഗൈ മറ്റൊരു കാര്യം ചെയ്യാണ്. അതായത് അവരവന്റെ ഭാര്യയെ വിളിച്ചു എന്നിട്ട് അവനുമായിട്ട് ഫോണിൽ കണക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പൊ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അവരിപ്പോ ജെയിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് അവളിപ്പോ അവന്റെ അടുത്ത് സംസാരിക്കുന്നത്. ഈ സമയം റോബിന് ഒരേ ഒരു കാര്യം മാത്രമേ അവളോട് പറയാനുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മോള് ജനിക്കുമ്പോൾ അവൾക്ക് സാറാന്ന് തന്നെ പേരിടണമെന്ന്. ഇപ്പം അവളതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ സംസാരം കഴിയുമ്പോൾ റോബ് മരിച്ചു പോവാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ബെക്ക് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ്. ഈ സമയത്താണ് അവനൊരു വിഷം വരുന്നത്. അത് അവന്റെ ഭാര്യയും കുട്ടികളുമാണ്. അവരിങ്ങനെ കാണുമ്പോൾ അവന് വല്ലാത്തൊരു എനർജി വന്നു. അതിനെ തുടർന്ന് ബെക്ക് അവിടെ നിന്ന് എഴുന്നേക്കാണ്. എന്നിട്ട് പതുക്കെ അവിടെ നടക്കാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ടോളിയാണെങ്കിൽ അവിടെ വീണ് കിടക്കുന്ന സ്കോട്ടിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ അവൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും സ്കോട്ടാണെങ്കിൽ മരിച്ചു കഴിഞ്ഞിരുന്നു. വളരെ സങ്കടത്തോടെ അവനൊരു ബാഗ് എടുത്തിട്ട് സ്കോട്ടിന് മുകളിൽ വെച്ചു കൊടുക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ബെക്കാണെങ്കിൽ ബേസ് ക്യാമ്പിലേക്ക് എത്തി. അവനിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു വരുന്ന കാണുമ്പോൾ അവിടെയുള്ള എല്ലാവരും ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ബെക്ക് അങ്ങോട്ട് വന്ന കാര്യം അവർ ബേസ് ക്യാമ്പിൽ വിളിച്ചറിയിച്ചു. അത് കേൾക്കുമ്പോൾ ഹെലനും ടീമിനും ശരിക്കും അത്ഭുതമായിരുന്നു. പക്ഷെ അവർ പറയുന്നത് അവനെ ഞങ്ങൾ ക്യാമ്പ് 1 എത്തിക്കാം, പക്ഷെ താഴേക്ക് അവന് വരാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നാണ് അവർ അറിയിക്കുന്നത്. അവളാണെങ്കിൽ ഇതിന് ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ ഹെലന കോള് കട്ട് ചെയ്തതിനു ശേഷം നേരെ വിളിക്കുന്നത് ബെക്കിന്റെ ഭാര്യയെ പീച്ചിനെയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ അവളിപ്പോൾ പീച്ചിന്റെ അടുത്ത് പറഞ്ഞു. അതേക്കുന്ന പീച്ച് പറയുന്നത് നിങ്ങൾ അവനെ ക്യാമ്പ് 1 എത്തിക്കുക, അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം, ഒരു ഹെലികോപ്റ്റർ ഉടനെ തന്നെ അറേഞ്ച് ചെയ്ത് തരാം എന്നാണ് പീച്ച് പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അവർ ബെക്കിനെ ആ ക്യാമ്പിലേക്ക് എത്തിച്ചു. അവന്റെ ശരീരത്തിന് നല്ല രീതിയിൽ ഡാമേജ് പറ്റിയിട്ടുണ്ട്. അവന്റെ 2 കൈപ്പത്തിയിലും ഫ്രോസ്റ്റ് ബൈറ്റ് അടിച്ചു. മാത്രമല്ല മൂക്കിലും. അവനിപ്പോൾ ആ ഹെലികോപ്റ്റർ വരാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പം ആ ഹെലികോപ്റ്റർ അങ്ങോട്ടെത്തി. അത്രയും ഉയരത്തിൽ ഇതുവരെ ആരും ഹെലികോപ്റ്റർ പറത്തിയിട്ടില്ല. പക്ഷെ ആ പൈലറ്റിന്റെ മിടുക്ക്, അയാൾ അവിടേക്ക് ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. അതിനുശേഷം ബെക്കിനെയും കൂട്ടി അവിടുന്ന് പോവാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഹെലനും കൂട്ടരും. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം മല കയറാൻ പോയവരൊക്കെ തിരിച്ച് ബേസ് ക്യാമ്പിലേക്ക് എത്തി. ഇപ്പൊ എവറസ്റ്റ് കീഴടക്കിയെങ്കിലും റോബും കൂട്ടരും മരിച്ചതുകൊണ്ട് എല്ലാവരും വല്ലാത്തൊരു വിഷമത്തിലാണ്. ഈ സമയമാകുമ്പോഴേക്കും ബെക്കാണെങ്കിൽ അവന്റെ വൈഫിന്റെ അടുത്തേക്ക് എത്തി. അയാളെ കണ്ടതും അവൾ വേഗം വന്നിട്ട് അയാളെ കെട്ടിപ്പിടിക്കുകയാണ്. ഇനിയിപ്പോ റോബ എവിടെയാണ്? അവൻ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്ത്, എവറസ്റ്റിന്റെ മടിത്തട്ടില്, ഒരു പരിഭവവും ഇല്ലാതെ, ആരോട് ഒരു ദേഷ്യവും ഇല്ലാതെ അവൻ അവിടെ സുഖമായിട്ട് വിശ്രമിക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇനി നമുക്ക് റിയൽ ലൈഫിലെ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. ഇതാണ് റോബ്. അവന്റെ ശരീരം ഇപ്പോഴും മരണപ്പെട്ട ബാക്കിയുള്ളവരോടൊപ്പം തന്നെ ആ മലമുകളിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇതാണ് സ്കോട്ട്. അടുത്തായിട്ട് കാണിക്കുന്നത് ഹരോൾഡ്. പിന്നെ കാണിക്കുന്നത് ഡെക്ക്. പിന്നെ 7 കൊടുമുടികൾ കീഴടക്കിയ യാസുക്കോ. അടുത്തായിട്ട് കാണിക്കുന്നത് അവരെടുത്ത ഗ്രൂപ്പ് ഫോട്ടോയാണ്. അതായത് അഡ്വഞ്ചർ കൺസൾട്ടൻസ് ടീം 1996. ഇനിയിപ്പോൾ ബെക്കിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ 2 കൈ നഷ്ടപ്പെട്ടു. മാത്രമല്ല അയാളുടെ മൂക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം ഇപ്പോഴും അയാളുടെ ഭാര്യയായ പീച്ചിനൊപ്പം ജീവനോടെ തന്നെയുണ്ട്. ഇനിയിപ്പോൾ റോബിന്റെ വൈഫായ ജാന്റെ കാര്യം പറയുകയാണെങ്കിൽ 1996 അവർക്കൊരു പെൺകുട്ടി ജനിച്ചു. റോബിന്റെ ആഗ്രഹപ്രകാരം ജാൻ അവർക്ക് പേര് കൊടുത്തത് സാറ എന്നാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.